എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 34 ഇന്ന് ആരംഭിക്കുന്നു. ഈ രാസലീലയില് കഴിഞ്ഞ അധ്യായത്തിലെ ഭഗവാൻ മന്മഥനെ ജയിച്ച കഥ വർണ്ണിച്ച ശേഷം ശംഖചൂഡവധം എന്ന കഥ വർണ്ണിക്കാൻ ആരംഭിക്കുകയാണ് ശ്രീ ശുകബ്രഹ്മർഷി. ഒരു വലിയൊരു പെരുമ്പാമ്പ് നന്ദഗോപരെ പിടിച്ചു മെഴുങ്ങാനായിട്ട് ശ്രമിക്കുമ്പോൾ ഭഗവാൻ രക്ഷിച്ചതായിട്ടുള്ള കഥ അതാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഗംഗണപതേ നമഃ. സംസരസ്വതേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവത ദശമസ്കന്ധ ചതുത്രിംശോऽധ്യായ. ശ്രീശുക ഉവാച. ഏകദാ ദേവയാത്രായാം ഗോപാലാ ജാതകൗതുകാഃ അനടുദ്യുക്തൈഃ പ്രയയുസ്തേ അംബികാവനം. രാസലീല കഴിഞ്ഞിട്ട് കുറേ നാള് ചെന്നപ്പോ ഒരു ദിവസം മഹാദേവന്റെ യാത്രാ മഹോത്സവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്യുത്സാഹത്തോടെ ഗോപന്മാര് നല്ല കാളകളെ പൂട്ടിക്കെട്ടിയ തങ്ങളുടെ വണ്ടികളിൽ ഇരുന്നിട്ട് മധുരാപട്ടണത്തിന്റെ പടിഞ്ഞാറ് വശത്തുള്ള അംബികാവനം എന്നു പേരായ ഒരു വിശേഷപ്പെട്ട തീർത്ഥസ്ഥലത്തേക്ക് യാത്ര ചെയ്തു. തത്ര സ്നാത്വാ സരസ്വത്യാം ദേവം പശുപതിം വിഭും ആനർച്ചു അർഹണേർഭക്ത്യാ ദേവീം ച നൃപതേ അംബികാം. ശ്രീ ശിവബ്രഹ്മർഷി പറഞ്ഞു, ഹേ രാജാവേ, ആ സ്ഥലത്തു കൂടി ഒഴുകുന്ന സരസ്വതി നദി സ്നാനം ചെയ്ത ശേഷം അവിടെയുള്ള ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഭഗവാനായ പരമശിവനെയും പരമേശ്വരിയെയും ഗന്ധധൂപാദികൾ കൊണ്ട് ഗോപന്മാര് ഭക്തിയോടെ പൂജിച്ചു. ഗാവോ ഹിരണ്യം വാസാംസി മധുമധ്വന്നമാദൃതാഃ ബ്രാഹ്മണേഭ്യോ ദദു സർവേ ദേവോ ന പ്രിയതാമിതി. അങ്ങനെ സ്നാനവും ക്ഷേത്ര ദർശനവും ദേവപൂജയും ഒക്കെ കഴിഞ്ഞിട്ട് മഹാദേവനായ പരമശിവൻ ഞങ്ങളുടെ നേരെ പ്രസാദിക്കണേ, മഹാദേവ പരമശിവ ഭഗവാനെ ഞങ്ങളുടെ നേരെ പ്രസാദിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാ ഗോപന്മാരും പശുക്കള്, സ്വർണം, പല വിധത്തിലുള്ള വസ്ത്രങ്ങള് മുതലായിട്ടുള്ള വില പിടിച്ച സാധനങ്ങളും മധുരദ്രവ്യവും മധുരം ചേർത്തുണ്ടാക്കിയ അന്നവും ബ്രാഹ്മണർക്ക് കൊടുത്തു. അങ്ങനെ ബ്രാഹ്മണർക്ക് പലതരത്തിലുള്ള ദാനവും അനേകം വിഭവങ്ങളോടുകൂടി ഭോജനവും നൽകി അർത്ഥം. ദൈവാധീനം ജഗത് സർവം മന്ത്രാധീനം തു ദൈവതം തന്മന്ത്രം ബ്രാഹ്മണാധീനം ബ്രാഹ്മണോ മമ ദൈവതം. ഈശ്വരപ്രീതി കാക്ഷിക്കുന്നവര് മന്ത്രജ്ഞന്മാരായിട്ടുള്ള ബ്രാഹ്മണരെ പൂജിക്കണം എന്നുള്ള പ്രമാണം ആ ഗോപന്മാര് വേണ്ട വിധം അനുഷ്ഠിച്ച് മറ്റുള്ളവരെ അങ്ങനെ പ്രവർത്തിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ഇങ്ങനെ ബ്രാഹ്മണരെയാണ് പൂജിക്കേണ്ടത്, അവർക്ക് ഇഷ്ടം ധാരാളം വസ്ത്രങ്ങളും അന്നം ഇതൊക്കെ ദാനം ചെയ്ത് അവരെ പ്രീതിപ്പെടുത്തണം, എന്നാലാണ് ഐശ്വര്യം ഉണ്ടാവുക എന്നാണ്. ഊഷു സരസ്വതീ തീരെ ജലം പ്രാശ്യ ധൃതവ്രതാഃ രജനീം താം മഹാഭാഗാ നന്ദസുനന്ദകാദയ.
മഹാന്മാരായിട്ടുള്ള നന്ദൻ, സുനന്ദകൻ മുതലായിട്ടുള്ള ഗോപന്മാര് വെള്ളം മാത്രം കുടിച്ചും ബ്രഹ്മചര്യ മുതലായിട്ടുള്ള വ്രതം ധരിച്ചും കൊണ്ടാണ് ഇതെല്ലാം ചെയ്തിട്ട് പിന്നെ വ്രതത്തോടു കൂടി ആ സരസ്വതി നദീ തീരത്തിൽ തന്നെ താമസിച്ചു. നന്ദഗോപന്റെ അനുജനാണ് സുനന്ദകൻ. ജ്യേഷ്ഠന്റെ പേര് ഉപനന്ദൻ, ഇവിടെ അനിയന്റെ പേര് സുനന്ദകൻ എന്ന് പറഞ്ഞിരിക്കുന്നു. കശ്ചിൻ മഹാനാഹിസ്തസ്മിൻ വിപിനേ ദിവുഭുക്ഷിത യദൃച്ഛയാഗതോ നന്ദം ശയാനമുരഗോഗ്രസീൽ. അപ്പോഴാണ് രാത്രി ആ കാട്ടില് വലിയൊരു പെരുമ്പാമ്പ് അങ്ങോട്ട് വന്നിട്ട് അതിങ്ങനെ വിശന്നിരിക്കുകയായിരുന്നു. ആ പെരുമ്പാമ്പ് ഉറങ്ങിക്കിടക്കണം. നന്ദഗോപുരന്റെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തിന്റെ കാലങ്ങോട്ട് വിഴുങ്ങി. കാല് മുതൽ അങ്ങോട്ട് വിഴുങ്ങാൻ തുടങ്ങുകയാണ്. സചുക്രോശാഹിനാഗ്രസ്ത കൃഷ്ണ കൃഷ്ണ മഹാനയം സർപ്പോ മാഗ്രസതേ താത പ്രപന്നം പരിമോചയ. പെരുമ്പാമ്പ് വിഴുങ്ങി തുടങ്ങിയപ്പോ പരിഭ്രമിച്ചുകൊണ്ട് ഉണർന്ന നന്ദഗോപരെ, ഹേ കൃഷ്ണ കൃഷ്ണ, ഉണ്ണി മകനെ എന്നൊക്കെ, എന്നെ ഇതാ ഒരു വലിയ പാമ്പ് വിഴുങ്ങണമല്ലോ, നിന്നെ ശരണം പ്രാപിച്ചിരിക്കുന്ന എന്നെ ഈ പാമ്പിൽ നിന്ന് മോചിപ്പിക്കണേ എന്ന് ഉറക്കെ നിലവിളിച്ചു നന്ദഗോപുരം. തസ്യ ചാക്രന്ദിതം ശ്രുത്വാ ഗോപാലാ സഹസോത്ഥിതാഃ ഗ്രസ്തഞ്ച ദൃഷ്ട്വാ വിഭ്രാന്താഃ സർപ്പം വിവ്യുധു ഉൽമുഖൈഃ. നന്ദന്റെ നിലവിളിയും കടിച്ചിലും ഒക്കെ കേട്ടിട്ട് ഗോപന്മാര് ഉണർന്നിട്ട് നോക്കിയപ്പോ എന്താ, നന്ദഗോപുരം ഇങ്ങനെ പെരുമ്പാമ്പ് ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് വല്ലാത്ത പരിഭ്രമായി. രാത്രി ഇങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് 4 ഭാഗത്തും തീ കത്തിച്ച് അങ്ങനെയാണ് അവർ കിടക്ക, രാത്രി കട്ടില് താമസിക്കുകയാണെങ്കിൽ. അപ്പൊ ദുഷ്ടജന്തുക്കളുടെ ഒന്നും ഉപദ്രവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ പെരുമ്പാമ്പ് വന്നു. അങ്ങനെ ആ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കൊള്ളികളെടുത്ത് എല്ലാ ഗോപന്മാരും ആ പെരുമ്പാമ്പിനെ അടിച്ചു. അതുകൊണ്ടൊക്കെ അടിച്ചിട്ട് നോക്കിയിട്ട് പെരുമ്പാമ്പ് പോകുന്നേ ഇല്ല. പിന്നെയും നന്ദഗോപുരെ വിഴുങ്ങിക്കൊണ്ടിരിക്കുക. അലാതേർദഹ്യമാനോപി നാമുഞ്ചൽ തമുരംഗമ തമസ്പൃശൽ പദാഭ്യേത്യ ഭഗവാൻ സത്വതാം പതി. തീക്കൊള്ളി കൊണ്ടൊക്കെ ആ സർപ്പത്തിന്റെ ദേഹത്തിൽ ഇങ്ങനെ ചൂട്ട് പഴുപ്പിച്ചു വെച്ചിട്ടും സർപ്പം നന്ദഗോപനെ വിട്ടില്ല. അപ്പൊ വേഗം അപ്പോഴേക്കും ഭഗവാൻ ശബ്ദമൊക്കെ കേട്ടിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ വന്നു. ഉടനെ ആ പെരുമ്പാവിന്റെ അടുത്ത് വന്നിട്ട് ആ സർപ്പത്തിന്റെ മീതെ തന്റെ പാദങ്ങൾ എടുത്തു വെച്ചു. അപ്പൊ തന്നെ, അതായത് കാലുകൊണ്ട് ഒന്ന് തലോടി. അപ്പൊ തന്നെ സർപ്പം, അതൊരു ശാപം കിട്ടിയ വിദ്യാധരനായിരുന്നു, സ്വന്തം രൂപം സ്വീകരിക്കണം. സവൈ ഭഗവത ശ്രീമൽപാദസ്പർശകദാശുഭ ഹേജേ സർപ്പവപുർഹിത്വാ രൂപം വിദ്യാധരാർച്ചിതം. സകല സമ്പത്തുകളും നൽകാൻ സമർത്ഥമായ ഭഗവാന്റെ ആ ശ്രീമൽ പാദപങ്കജം തട്ടിയ ഉടനെ സർപ്പമായിട്ട് ഭവിക്കാൻ ഹേതുവായ ശാപം നശിച്ചു ആ വിദ്യാധരന്റെ. അങ്ങനെ ആ രൂപം ഉപേക്ഷിച്ച് ഉടനെ അത് ഒരു വിദ്യാധരന്മാരിൽ വെച്ച് ഉത്കൃഷ്ടമായിരിക്കുന്ന ആ സ്വന്തം രൂപത്തെ ധരിച്ചു. സുദർശനൻ എന്നു പേരിട്ടുള്ള ഒരു വിദ്യാധരനായിരുന്നു. അത് ശാപം കൊണ്ട് അത് സർപ്പമായിട്ട് ഭവിച്ചതാണ് എന്ന് പറയുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.